ഇനി നമ്മൾ നോക്കുന്നത് എട്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വെക്ടറിൽ നിന്നുള്ളൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ലെറ്റ് വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി ബി 3 നോൺ സീറോ വെക്ടേഴ്സ് സച്ച് ദാറ്റ് വെക്ടർ ബി ആൻഡ് വെക്ടർ സി ആർ നോൺ കൊലീനിയർ. ദെൻ ഈഫ് വെക്ടർ എ പ്ലസ് 5 വെക്ടർ ബി ഈസ് കൊലീനിയർ വിത്ത് വെക്ടർ സി ആൻഡ് വെക്ടർ ബി പ്ലസ് 6 vector C is collinear with vector A and vector A plus alpha vector B plus beta vector C equal to 0, then alpha plus beta is equal to എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ എന്തായിരിക്കണം എന്നാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ എ ബി സി എന്ന് പറഞ്ഞാൽ നോൺ സീറോ വെക്ടേഴ്സ് ആണ്. ബിയും സിയും ആർ നോൺ കൊലീനിയർ ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ മേജർ ഹിൻ്റ് ആയിട്ടുള്ളത്. വെക്ടർ എ പ്ലസ് 5 വെക്ടർ ബി ഈസ് കൊലീനിയർ വിത്ത് വെക്ടർ സി. നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാമല്ലോ. വെക്ടർ എ പ്ലസ് 5 വെക്ടർ ബി ഈക്വൽ ടു ലാംഡ സി എന്ന് നമുക്ക് എഴുതാമല്ലോ. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് അടുത്ത ഒരെണ്ണം കൂടി പറയുന്നുണ്ട്. വെക്ടർ ബി പ്ലസ് നോക്കിക്കേ, വെക്ടർ ബി പ്ലസ് 6 വെക്ടർ സി ഈക്വൽ ടു ദെൻ അത് കൊലീനിയർ വിത്ത് വെക്ടർ എ ആണ്. അപ്പം ലാംഡ വെക്ടർ എ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 നമ്മൾ ആക്കണം അല്ലേ. അതാണ്ട് ഈ ഒരു ഫോമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അപ്പം എനിക്ക് കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നോക്കി, അപ്പം ഇവിടെ ഒരു ഇവിടെ 5 വെക്ടർ ബി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വെക്ടർ ബി ഉണ്ട് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ വെക്ടർ ബി ഇതിനെ ടോട്ടലി ഞാനൊരു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 5 വെക്ടർ ബി പ്ലസ് 30 വെക്ടർ സി ഈക്വൽ ടു 5 ലാംഡ വെക്ടർ എ എന്ന് വരും അല്ലേ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? 5 വെക്ടർ ബി ഈക്വൽ ടു 5 വെക്ടർ എ ലാംഡ മൈനസ് 30 വെക്ടർ സി എന്ന് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 5 വെക്ടർ ബിക്ക് പകരം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? വെക്ടർ എ പ്ലസ് 5 വെക്ടർ എ ലാംഡ മൈനസ് 30 വെക്ടർ സി ഈക്വൽ ടു ലാംഡ വെക്ടർ സി എന്ന് ഞാൻ എഴുതി. ക്ലിയർ ആണല്ലോ. ദെൻ ഇവിടുന്ന് എനിക്ക് എന്ത് ചെയ്യാം? വെക്ടർ എ ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. 1 പ്ലസ് 5 ലാംഡ വെക്ടർ എ മൈനസ് 30. നോക്കിക്കേ, ഇവിടുന്ന് ഈ ലാംഡ സീനെയും കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, ഈ ലാംഡ സീനെയും കൂടെ ഞാൻ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ മൈനസ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 30 പ്ലസ് ലാംഡ ദെൻ വെക്ടർ സി ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? 0 എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ. ഇത്രയും ഓക്കെ അല്ലേ മക്കളെ? എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണേ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വെക്ടർ ബി ആൻഡ് വെക്ടർ സി ആർ നോൺ കൊലീനിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെക്ടർ ബിയും വെക്ടർ സിയും ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 30 പ്ലസ് ലാംഡ എന്ത് ചെയ്യാം? നമുക്ക് 0 ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം 30 പ്ലസ് ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് 30 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പം ലാംഡ ഈക്വൽ ടു മൈനസ് 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണതാ. ഈ ലാംഡയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ എ പ്ലസ് 5 വെക്ടർ ബി ഈക്വൽ ടു മൈനസ് 30 വെക്ടർ സി. ലാംഡയുടെ വാല്യൂക്ക് പകരം മൈനസ് 30 കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? വെക്ടർ എ പ്ലസ് 5 വെക്ടർ ബി പ്ലസ് 30 വെക്ടർ സി ഈക്വൽ ടു നമുക്ക് 0 ആണ്. ഇപ്പം നോക്കിക്കേ, നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നമുക്കതിനെ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നിന്ന് ആൽഫ എന്താ ബീറ്റ എന്താ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ മക്കളെ? ആൽഫ ഈക്വൽ ടു 5 ആണ്. ദെൻ ബീറ്റ ഈക്വൽ ടു 30 ആണ്. ദെൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 35 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.